സ്വിച്ച് ഇട്ടതുപോലെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിൽക്കാനായിട്ടുള്ള ഒരു കിടിലൻ ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നല്ല 3 ടിപ്പ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മുഴുവനായിട്ടും തന്നെ കാണുക. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ മുടിക്ക് തിക്നെസ് ഇല്ലായ്മ, ഇതൊക്കെ മാറിയിട്ട് നല്ല കറുത്ത ഇടതൂർന്ന മുടി നിങ്ങൾക്കുണ്ടാകും. കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ കിടിലൻ ടിപ്പാണ്, തികച്ചും നാച്ചുറലാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വിനിയാസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്ക് വീഡിയോ കേട്ടോ. ആദ്യത്തെ ടിപ്പിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു തവണ നമ്മുടെ മുടിക്കനുസരിച്ചിട്ടുള്ള എണ്ണ എടുക്കുമല്ലോ, അപ്പോൾ ആ ഒരളവിൽ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഡബിൾ ബോയിലിങ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ഇതുപോലൊന്ന് ചൂടാക്കിയാലും മതി. എങ്ങനെയാണെങ്കിലും നമ്മുടെ എണ്ണയ്ക്ക് ഒരു ചെറു ചൂട് വേണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കർപ്പൂരം എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിടുന്നുണ്ട്. കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഞെരടുമ്പോൾ തന്നെ അത് നല്ലപോലെ പൊടിഞ്ഞു വരും കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഈ കർപ്പൂരം വീഴുമ്പോൾ തന്നെ അത് നന്നായിട്ട് മെൽറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ആ ചെറു ചൂടോട് കൂടി തന്നെ വേണം, ഒത്തിരി തണുക്കാനായിട്ട് നിൽക്കരുത്. നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പം ഇത് സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ പിന്നിട്ടുണ്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം അവരുടെ തലയിൽ പേനുണ്ടാവാനുള്ള ചാൻസ്, താരനുണ്ടാവാനുള്ള ചാൻസ്, അതുപോലെ തന്നെ മുടിയെല്ലാം കൂടി ഇങ്ങനെ പിന്നിടുന്നത് കൊണ്ട് തന്നെ ഒടിഞ്ഞ് ചുരുണ്ടു കൂടിയൊക്കെ കിടക്കും അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ തലയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ടിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പം മുടിയൊക്കെ പിന്നിയിട്ടിട്ട് സ്കൂളിൽ പോയിട്ട് വന്ന ആ ഒരു മുടിക്കെട്ട് അഴിച്ച ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും മുടിയെല്ലാം ആകെപ്പാടെ ഒന്ന് എന്താ പറയുക പിന്നിയിട്ടത് കൊണ്ട് തന്നെ ഒടിഞ്ഞുരുങ്ങിയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മുടിയെ നല്ല അടിപൊളിയായിട്ടിരിക്കാനുള്ള ടിപ്പാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പേനും പോകും. അതുപോലെ തന്നെ നമ്മുടെ തലയിലെ ബാഡ് സ്മെല്ല്, ഈ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ല് കുട്ടികളുടെ മുടിയിൽ എന്തായാലും ഉണ്ടാവും. കുട്ടികളുടെ എന്നല്ല, നനഞ്ഞ മുടി കെട്ടിവെച്ചിട്ട് പിന്നെ അഴിച്ചിടുമ്പോൾ എല്ലാവരുടെയും മുടിയിലുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് കേട്ടോ ഇത്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറു ചൂടുള്ള ഈ എണ്ണ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ മുടി ഇഴകളിലും അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് എണ്ണ തലയിൽ തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് പേൻ ചീപ്പ് വെച്ചിട്ട് മുടി ഒന്ന് ചീകിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ പേനൊക്കെ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കാരണം തലയിൽ ഇരിക്കത്തില്ല. അപ്പം നമ്മൾ ചീവുമ്പം പേനൊക്കെ ഉണ്ടെങ്കിൽ ആ ചീപ്പിൽ നന്നായിട്ട് പേൻ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഒപ്പം തന്നെ ഈ കർപ്പൂരം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മുടിയിൽ അതൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. പിന്നെ നിങ്ങൾ ഇതിന് കഴുകി കളയുന്നതിന് നമ്മളൊരു പ്രത്യേക തരം നാച്ചുറലായിട്ടുള്ള ഷാമ്പു റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു പാൻ എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 5 ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുക. ചെമ്പരത്തിപ്പൂവൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ വീടിന് മുറ്റത്തുള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള യാതൊന്നും നമ്മൾ ഈ ഒരു ഷാമ്പു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഒപ്പം തന്നെ ഞാൻ ഒരു പിടി ചെമ്പരത്തിയുടെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവും ഈ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് പിച്ചി ഒന്ന് ഞെരടി ഒന്ന് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ചൂടാക്കിയെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ മുടിക്ക് ഉലുവ നല്ലതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 1.5 ഗ്ലാസ് എന്നുള്ളത് നമുക്കൊരു ഗ്ലാസ് എന്നുള്ള രീതിക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചിട്ട് എടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് വറ്റി ഒന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. വേറൊന്നുമല്ല, അരമുറി ചെറുനാരങ്ങയാണ്. നമുക്കറിയാം നാരങ്ങ നീര് നമ്മുടെ തലയ്ക്കും തലയോട്ടിക്കും ഒക്കെ നല്ലതാണെന്ന് അറിയാമല്ലോ. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും മുടി വളരാനും ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനിതിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പുവാണിത്. നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുന്നുണ്ട്? നമ്മളൊക്കെ കുളിക്കുന്ന സമയത്ത് കെമിക്കലുകളാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഒരു എന്താ പറയുക ഷാമ്പു ഒക്കെ വാങ്ങിച്ച് നിങ്ങൾ വെച്ചിട്ടുണ്ടാകും. ആരും വീട്ടുമുറ്റത്ത് ഇങ്ങനെ ചെമ്പരത്തിപ്പൂ ഒന്ന് നിൽക്കുന്നെന്നോ അല്ലെങ്കിൽ ഇത് പറിച്ചിട്ട് ഒരു തങ്ങളിയൊക്കെ ഉണ്ടാക്കിയിട്ട് തലയിൽ തേക്കണമെന്നോ ഒന്നും ആരും ചിന്തിക്കത്തില്ല. എല്ലാവരും തിരക്കായതുകൊണ്ട് തന്നെ എന്താ പറയുക പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷാമ്പു ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഷാമ്പുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ്
ഞാനിത് എൻ്റെ മോളുടെ മുടിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ലപോലെ നമ്മൾ സാധാ താളിയൊക്കെ തേക്കില്ല, അതുപോലെ തന്നെ ഇതുപോലെ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യുന്നുണ്ട്. ഇതിന് ഇനി വേറെ ഷാമ്പൂ ഒന്നും ഞാൻ മുടിയിൽ തേക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് പതപ്പിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്ത് മുടി ഉണങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിയാൽ മുടിയുടെ തിളക്കം കണ്ടോ എങ്ങനെയാണെന്ന്. ഞാൻ ആദ്യം കാണിച്ച മുടി പോലെയാണോ എന്ന് നോക്കിക്കേ. സ്കൂളിൽ പോയിട്ട് വന്ന് നല്ലതുപോലെ ഒടിഞ്ഞ് മടങ്ങിക്കിടന്ന മുടിയാണ്. അപ്പം നല്ലപോലെ നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ ഒന്ന് തേച്ച് ഷാമ്പൂ ഉപയോഗിച്ചതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ മുടിയുടെ ആ ഒരു തിളക്കവും ഒക്കെ നോക്കിയാൽ ഒടിഞ്ഞ് കിടക്കുന്ന പോലൊക്കെയുള്ള ആ സംഭവം എല്ലാം പോയിട്ടിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. മുടിയെ നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എത്ര ചുരുണ്ട് കൂടി കിടക്കുന്ന മുടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാണ്ട് കിടക്കുന്ന മുടിയാണെങ്കിലും പേനും ഈരും ഒക്കെ ഉള്ള മുടിയാണെങ്കിലും ഈ 2 ടിപ്പും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ടിപ്പാണ്. ഇനി നിങ്ങൾ കാത്തിരുന്ന ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ 1 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്, അതും 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം ഉള്ളതാണല്ലോ ആര്യവേപ്പില. അപ്പോൾ ആര്യവേപ്പിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 1 തണ്ട് ആര്യവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 ഗ്ലാസ് വെള്ളം എന്നിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇത് 1.5 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് എന്ന രീതിയിലൊന്ന് വറ്റിച്ച് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ. നിങ്ങൾക്കറിയാം മുടി കൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അല്ലേ. ഡെയിലി നിങ്ങൾ മുടി ചെയ്യുമ്പോൾ ചീപ്പ് നിറച്ച് മുടി വരുന്നവരുണ്ടാവും, മുടി കൊഴിഞ്ഞു പോരുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് ഒരുപാട് മുടിയുള്ളവരുടെ മുടി കൊഴിഞ്ഞു പോയിട്ട് എലിവാല് പോലെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹോം റെമഡിയാണിത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഈ അരിച്ചെടുത്ത ഇതിലേക്ക് ഇനി നിങ്ങൾ മുടിയിൽ തേക്കുന്ന ഷാമ്പൂ ഏതാണ് അത് 1 പാക്കറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കിനും ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് പതഞ്ഞു വരും. ഇനി ഇത് നമുക്ക് മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ തലയോട്ടിയിലും എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തൊന്ന് ഷാമ്പൂ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ടിങ്ങനെ തലയോട്ടിയിൽ തേച്ച് ഷാമ്പൂ ചെയ്തതിന് ശേഷം നിങ്ങൾ മുടിയൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല തിക്നെസ്സോട് കൂടി കിടക്കും. ഒപ്പം തന്നെ ഇത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു റെമഡിയാണിത് കേട്ടോ. അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള മുടിയുടേതായ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നിങ്ങൾ വെറുതെ ഷാമ്പൂ ചെയ്യാതെ ഈ രീതിക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല തിക്നെസ്സോട് കൂടി വളരും. മുടിക്ക് നല്ല തിളക്കം കിട്ടും. ഈ ആര്യവേപ്പിലയൊക്കെ നമ്മുടെ മുടിക്ക് എത്രമാത്രം, തലയോട്ടിക്കൊക്കെ എത്രമാത്രം ഗുണം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് ചെയ്യുക. അപ്പാടെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ സ്വിച്ചിട്ടതുപോലെ തന്നെ നിൽക്കും. 100% ഗ്യാരണ്ടി. ഞാൻ എൻ്റെ 2 കുട്ടികളുടെയും മുടിയിൽ ചെയ്യാറുള്ള ഒരു ഹോം റെമഡിയാണ്. ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ 2 മക്കളുടെ തലയിലാണ് ഇത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നതും കൂടി. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു റെമഡിയാണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അത് പോസിറ്റീവ് ആണെങ്കിലും ശരി, നെഗറ്റീവ് ആണെങ്കിലും ശരി. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.